ആയു നാട്ടു പോവാണ് ഇത്ര. ലൈറ്റ് ഒക്കെ കത്തോ? നിനക്കും നാട്ടു പോവാൻ ആഗ്രഹമുണ്ട്? ആയോ ഈ വെളിയും കൂടി കൊണ്ടുപോവോ നാട്ടിക്ക്? ആയുവിന്റെ കൂടെ പോയിക്കോട്ടോ. അമ്മക്ക് വരാൻ പറ്റില്ല, അമ്മക്ക് ഡ്യൂട്ടി ഉണ്ട്. അനക്ക് സ്കൂളില്ലേ? അപ്പൊ എങ്ങനെ നാട്ടിൽ പോവാ? ഓപ്ഷനും കണ്ടെത്തിയിട്ടുണ്ട്. അയ്യോ കൊണ്ടുപോടാ, നന്ദനും കൂടി കൊണ്ടുപോവോ? പക്ഷെ നന്ദയ്ക്ക് ഷൂ ഇല്ലല്ലോ പുതിയത്. അയ്യോ ഒരു ഷൂ ഈ നന്ദയ്ക്ക് കൊടുക്കോ? ആ അതെങ്ങനെയാ? ഒരു ഷൂ നീ ഇടും, ഒരു ഷൂ നന്ദയ്ക്കും കൊടുക്ക പറ്റുമോ? എന്നാ വേണ്ട, നാട്ടിക്ക് നന്ദനെ വിടുന്നില്ല. എന്നാ നന്ദ പോണ്ടോ നാട്ടിക്ക് അവന്റെ കൂടെ? നമുക്ക് വേറെ പോവാട്ടോ. എന്നാല് അവന്റെ കൂടെ പോണ്ടാട്ടോ. EMന്റെ കൂടെ പോന്നാ മതി കേട്ടോ. ആയു പൊക്കോട്ടോ, ഷൂ തരില്ലല്ലോ നമുക്ക്. ഓക്കെ, ഇട്ടാപ്പൊട്ടി പടക്കമൊക്കെ ഞങ്ങളും നാട്ടിൽ പോയിട്ട് വാങ്ങിക്കും അല്ലേ? ഓൻ പോയി വരട്ടെ കേട്ടോ നാട്ടിക്ക്. ആ പരക്കൊക്കെ ഡേഞ്ചറാ കേട്ടോ. പറ്റൂല, അതൊക്കെ ഡേഞ്ചറാ. അതെന്തിനാ? സ്കേറ്റിംഗ് ഷൂ ആണോ? അടിപൊളിയാണല്ലോ, ലൈറ്റ് ആക്കല്ലേ? ഓ ആക്കിക്കോളും. എന്തായാലും ഓൻ പോയി വരട്ടെ നാട്ടിക്ക് അല്ലേ നന്ദ? നമ്മള് വേറെ പോവാട്ടോ. എന്തൊരു സന്തോഷ. ആയു നാട്ടിൽ പോയിട്ട് എന്നാ വരിക? 5 ദിവസം കഴിഞ്ഞിട്ട് വരിക. വെക്കേഷൻ ആണോ? ആയി പോയിട്ട് എന്താ കൊണ്ടുവരിക? ഇട്ടാപ്പൊട്ടി, തോക്ക്, മിച്ചറ്. ഓക്കെ, ഞാൻ പറഞ്ഞ ലിസ്റ്റാണത്. അപ്പൊ മിച്ചറും ഇട്ടാപ്പൊട്ടിയും തോക്കും കേട്ടോ. എന്താണ്? ആ തൊപ്പിയും വേണോ? ഈ ടിക്കറ്റ് എടുക്കും എനിക്ക് എന്റെ ഉപ്പാനോട് പറഞ്ഞിട്ട്. നാട്ടിൽ പോകുമ്പോൾ ഞാൻ കരഞ്ഞു. കരഞ്ഞോ? ഈ പോയാ ഞങ്ങൾ കരയും. കരയണ്ടേ? എന്ത് പാടാ എന്താ? ആയോ ഈ ഞങ്ങള് പോയപ്പോ കരഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഈ പോകുമ്പോ നന്ദ കരയണ്ടേ? ഈ കരയുന്നില്ലേ? ഈ ആയി പോകുമ്പോ കരയുന്നില്ലേ? ഒരു അഭിനയിച്ചൊരു കരച്ചിലാണ് കരഞ്ഞിട്ട്. ബൈ ബൈ. അവിടേക്ക് പോണ്ട, ഇവിടെ വന്നാ മതി. അത് പോയി, വണ്ടി പോയിന്ന്. ഓ പോയിന്ന്. എന്റെ ചുണ്ടൊക്കെ കോലൊക്കെ കണ്ടാലും മതി. വാ കേറ്. ആയി പോയ എനക്ക് ഒരു സങ്കടവും ഇല്ല പറഞ്ഞു. പിന്നെന്താ? ഓൻ വേഗം വരും, 4 ദിവസത്തിന്റെ ഉള്ളിൽ വരും. 4 ദിവസത്തിൽ വരുന്ന്. ഈ അല്ലേ പറഞ്ഞ 4 days ആ വെക്കേഷൻ. നമുക്ക് പോണ്ടേ? നമുക്ക് നാട്ടിൽ പോണ്ടേ? വാ നമുക്കും പോവാട്ടോ. വാ. അയ്യോ 4 ദിവസം കൊണ്ട് വരും. പൊട്ടുച്ച 4 എടി അതിന് വിളിച്ചു തരണം അമ്മ. വീഡിയോ കോള് വിളിക്കണോ? വീഡിയോ കോള് വിളിക്കാം നമുക്ക്. അപ്പൊ ഈ സങ്കടല്ല പറഞ്ഞേ. ഞാൻ വിളിച്ചുതരാം, ഫോണിൽ വിളിക്കാം.
പറഞ്ഞിട്ട് എന്തിനാ? ഞാൻ കരുതിയത് ഈ ആക്ട് ചെയ്യാന്നല്ലേ. വിളിച്ചേരാ അമ്മ വിളിച്ചേരാ. ഒരു മിനിറ്റ് ഇത് കട്ട് ചെയ്യട്ടെ, വിളിക്കട്ടെ. എന്താ പറ്റിയത് പറച്ചനോട്? ഓളെ ആയു പോകുമ്പോ ഓള് കരയണ പോലെയൊക്കെ അഭിനയിച്ചു. അപ്പൊ ഞാൻ കരുതി കള്ളക്കരച്ചിലാവുന്നു. ഓള് ശരിക്കും കരഞ്ഞായിരുന്നു. ആയു വേഗം വരുന്നു പറഞ്ഞു 2 ദിവസം കൊണ്ട്. ഒന്നുമില്ല, കരഞ്ഞ കുട്ടീന്റെ സങ്കടം മാറി പറഞ്ഞത്. കരഞ്ഞ കുട്ടീന്റെ സങ്കടം മാറിട്ടോ. പോയിട്ട് വേഗം വരാൻ പറയും. ഓഫായിക്ക്, ചാർജൊക്കെ നിക്കണം ഫോണില്. ഓഫാക്ക്, കൊറേ ഫോൺ വേണ്ടതാ. ശരി ഓഫാക്കാൻ പറയും. ഏത് കയ്യിലാ? ഈ കയ്യില്. കള്ളത്തരം കാണിക്കരുത്. എവിടെ? ഈ കയ്യില്. എന്ത് കള്ളത്തരം? ഈ കയ്യില്. ആയില്ലാത്തത് വലിയ നഷ്ടാണ് കേട്ടോ. എന്നെ ആന്റീനെ ഒന്നും മിണ്ടാൻ സമ്മതിക്കുന്നില്ല. സംസാരിക്കുമ്പോഴേക്കും ഓൾക്ക് ഒന്ന് വർത്താനം പറയാനൊരു പറ്റില്ല വീട്ടില്. ഓള് ഒച്ച ഉണ്ടാക്കാൻ ഞാൻ ആയു ഉണ്ടായിരുന്നെങ്കിൽ ആ വഴിക്ക് അങ്ങോട്ട് പോയേനെ. ഈ കയ്യില് ആയു 4 ദിവസം കഴിഞ്ഞു. ഇനി മതിട്ടെ, ഇനി ഞങ്ങള് വർത്താനം പറയട്ടെ. ഈ കയ്യില് എല്ലാത്തിലും നന്ദ ജയിച്ചു. ഇനി ഞങ്ങള് വർത്താനം പറയട്ടെ. എന്നാ ഈ ഒരു കാര്യം ചെയ്യും, അബേന്റെ കൂടെ പോയി കളിച്ചോ. ഈ കയ്യില് കള്ളത്തരം കാണിക്കാന്. ഈ കയ്യില് അടുത്ത് ഈ കയ്യില്. അപ്പൊ എന്റെ അടുത്ത് തെറ്റിയോ? പിന്നെന്താ ഓള് പോയത്? അന്റെ ഈ കൊനിഷ്ഠ സ്വഭാവം കൊണ്ട് പോയതാ ഓള്. നോക്കട്ടെ. ഫ്ലൈറ്റ് കേറിയിട്ട് ആയു വിളിച്ചായിരുന്നു. ഞങ്ങള് ഫ്ലൈറ്റ് കേറിന്ന് വരെ പറഞ്ഞു. തൊടട്ടെ വേഗം അങ്ങോട്ട്. ഇവിടത്താ. ഈ കയ്യില് അവര് ടാക്സിക്ക് കൊണ്ടാക്കിയിട്ടാ വന്നു. ഷെഫിക്ക് പോയി കൊണ്ടാക്കി വന്നു. നിലത്ത് വീണു. മോതിരം പോയി. ഇനി ഏത് കയ്യിലാ ചോദിക്കൂലല്ലോ. ആ മേശേന്റെ അടിയിൽ വീണിട്ടുണ്ട്. ആ മേശേന്റെ അടിയിൽ അവിടെ തെരഞ്ഞെടുക്ക കേട്ടോ. ഇതാരെ ലൈസ് തന്നെ? ആയുവിന്റെ അബ വന്നതാ. ആയു തിന്നാൻ വേണ്ടി എടുത്തു വെച്ചാവും. എന്താണ് ആയു വരുന്നവരെ അത് പിടിച്ചോണ്ടിരിക്കണോ? ആയു വന്നിട്ട് നമുക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് തിന്നാം. ആയു വന്നിട്ട് വേറെ വാങ്ങിക്കതെന്താ? അതിപ്പോ അതെന്താണത്? അപ്പൊ നിനക്ക് പറഞ്ഞില്ലേ ആന്റിക്ക് അമ്മയ്ക്ക് കൊടുക്കാൻ? ഞാൻ കേട്ടതാണ്. അവിടെ അമ്മയ്ക്ക് കൊടുക്കുക, അമ്മയ്ക്ക് കൊടുക്കാൻ തരൂല. ആയു വന്നിട്ടേ തിന്നുള്ളൂ. ഉറപ്പാണോ? നീ പൊട്ടിക്കൂല? ആയു വരാൻ 4-5 ദിവസമാവും. അത് കഴിയുമ്പോ നമുക്ക് മേടിച്ച് തരാൻ. അപ്പളേ വരുള്ളൂ. അപ്പൊ പൊട്ടിക്കുള്ളത്. ഞങ്ങൾ വരുമ്പോ കൊറേ ലേസ് വാങ്ങി തിന്നുമല്ലോ. അങ്കിള് വരുന്നുണ്ട്. അങ്കിക്കേ പൊക്കോളൂ. ഏതാ സാധനം എന്നറിയും. ആയുവിന് വെച്ച കള്ളി ഇതാക്കണ പൊട്ടിച്ചു തരുമോന്ന്. ഞങ്ങൾക്ക് തരുമോ? എന്നാ പൊട്ടിച്ചരാം. കത്തിയില്ല, ഞാൻ പൊട്ടിക്കട്ടെ. ആന്റിക്ക് ഇതൊക്കെ പൊട്ടിക്കാൻ അറിയാം. കണ്ട ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഒരു പീസ്. ഒരെണ്ണോ? താങ്ക് യു. അമ്മയ്ക്കും ഉണ്ട് കേട്ടോ. അമ്മയ്ക്കും തരാ.
നുള്ളി കത്തൻ തിന്നാം അങ്ങോട്ടാ തിന്നാൻ പാടുള്ളൂ നുള്ളി കത്ത് ഇത്ര കുഞ്ഞു കത്ത് അതെ മെല്ലെ മെല്ലെ കടിച്ചു തിന്നാ അല്ലെങ്കിൽ തീരുന്ന് അതേ ഉള്ളൂ തിന്നു ഞാൻ മറുപോ തിന്നാം അങ്ങനെ തന്നെ തിന്നണം കുഞ്ഞു കുഞ്ഞു തിന്നാൻ്റെ ഒറ്റടിക്ക് തിന്നല്ലേ ആന്റി അങ്ങനെ തിന്നുന്നത് അമ്മയ്ക്കൊന്ന് തരുമോ നമ്മളെ അങ്കി വരും ഇപ്പൊ 2 ദിവസം കഴിയുമ്പോ അങ്കി നമുക്ക് എന്തൊക്കെ കൊണ്ടുപോയി ഈ നിറച്ച് ഞങ്ങക്ക് ലേസ് ചക്ക മാങ്ങ തേങ്ങ തോയത്ത് കൊണ്ടുവരും ആന്റി അങ്ങളോ പിന്നെ എന്തുകൊണ്ടും കാറ് പിന്നെ എന്തുകൊണ്ടും അവിടെ എന്നിട്ട് ഇല്ലല്ലോ ഞങ്ങൾ പോണ പ്ലേറ്റോ വേറെ പണം വെക്ക് വേറെ എയറോപ്ലെയിനോ ഞാൻ പണ്ട് പയ്യ ആ എനിക്ക് ഓർമ്മല്ല ഈ പറഞ്ഞ കാരണം ആന്റിക്ക് കൊടുത്തോ എന്നാലേ ആന്റി തരുള്ളൂ പറിച്ച് ടൂർ പോയിരിക്കണം ഒരു മെസ്സേജ് അയക്കി നന്ദയ്ക്ക് വേണ്ടത് പറിച്ച് വോയിസ് മെസ്സേജ് അയക്കിട്ടാ ടൂർ കഴിഞ്ഞ് വരുമ്പോ നന്ദയ്ക്ക് ഇത് കൊണ്ടുപോകും അങ്കീന് വെച്ചു അങ്ങനെ അങ്കീന് വെച്ചു ഭയങ്കര വേർതിരി വേണ്ട പാഷനാലിറ്റി ആണ് കിടന്ന് ഒരു എനിക്ക് കയ്യത്താ എടുക്കാൻ വയ്യ നമ്മളെ എടുക്കാം ആന്റി ആന്റി ആന്റിക്ക് കൊടുക്ക അവരെ വാപ്പ ഞങ്ങൾക്ക് കൂടി തന്നതാ 2 ആൾക്കാരവിടെ വെറുതെ ഇരിക്കുന്നു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു വേണ്ടട്ടഞ്ഞു മുളക് വെച്ചോട്ടാ അമ്മയ്ക്ക് അയ്യോ ഒന്ന് മതി കുറേ തരില്ല ഓവറായി തരില്ലേ സ്നേഹം കൂടല്ലേ ആ മതി മതി താങ്ക് യു ഇനി ആയുവിന് എടുത്തു വെച്ചോട്ടോ തിന്നണ്ട ആയുവിന് എടുത്തു വെച്ചോ ഒന്നാണ് വെച്ചു ഒന്ന് ആയുവിന് എടുത്തു വെച്ചോട്ടോ